പ്രതിക്കൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. അവർ എങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ്. അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി, നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി, പക്ഷെ നമ്മൾ തളരരുത്. കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം, വിധി വാങ്ങിച്ചെടുക്കണം. കാരണം ഈ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട്. ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരെ ആര് സംരക്ഷിക്കപ്പെടും? ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം. അവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം. ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു, പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോടതിയിൽ വ്യക്തമായി ഇത്രയും 8 വർഷം നീണ്ട കേസല്ലേ ഇത്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം. 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ, ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രഷറുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം. എനിക്കിത് പറയാൻ പറ്റില്ല, ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളുടെ പക്ഷത്ത് തന്നെയാണ്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം. കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഇവർക്ക് ഈ ചാൻസ് വാങ്ങിച്ചു കൊടുത്തത് ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ്. അവർ ശബ്ദമുയർത്തിയപ്പോൾ അതിനു മുന്നേ എന്താണ് പറഞ്ഞത്? ഇതിനു മുന്നേയും പല കൊട്ടേഷനും റേപ്പുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവിത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ്. വ്യക്തിത്വമുള്ള ഒരു വനിതയാണ്, സ്ത്രീത്വമുള്ള ഒരു വനിതയാണ്. ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷണലിനെയാണ്, അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി വാദിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ വസ്തുന്നും വരട്ടെ. കാരണം ഇനി ഇത് അപ്പീൽ പോകാം. ഇവിടെ തന്നെ ഒരു ശരിയായ വിധിയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ. അഡ്വക്കേറ്റ് സജിതയാണ് സംസാരിച്ചത്. ഈ വിധിയിൽ തീർത്തും നിരാശയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു വിധി ഇനി വരാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഒട്ടും സംതൃപ്തിയല്ല എന്ന് പറയുന്നു. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട നിരവധി തെളിവുകളിന്മേൽ എടുക്കാമായിരുന്ന തീരുമാനമല്ല കോടതി എടുത്തത് എന്നുള്ള പരോക്ഷ വിമർശനങ്ങൾ കൂടി അവരുടെ ഉയർത്തുന്നുണ്ട്. വിധിയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നു. നേരത്തെ ഭാഗ്യലക്ഷ്മി അടക്കം പ്രതികരിച്ചത് ഇത്തരം ഒരു വിധിയായിരുന്നു പ്രതീക്ഷിച്ചത് എന്ന് തന്നെയാണ്. കാരണം കേസിൽ നിഷ്പക്ഷമായുള്ള ഒരു വിചാരണ നടന്നില്ല. പലപ്പോഴും അതിജീവിതയെ അവർ അനുഭവിച്ചതിലേറെ മാനസിക ട്രോമയിലേക്ക് കടത്തിവിടുന്ന വിചാരണ കാലയളവും താണ്ടിയെത്തിയപ്പോഴും ഇത്തരത്തിൽ പലതരത്തിൽ വിധികൾ, പലതരത്തിലുള്ള തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ദിലീപിനെതിരെ തെളിവില്ല, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള ജനരോഷം ഉയരുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഹമ്മദ് മുജ്തബയിലേക്കാണ്. മുജ്തബ, ഈ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ കോടതി വിധി പറയുമ്പോൾ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. കാരണം ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്നുള്ളത് ശ്രമകരമാണ് എന്ന് പല അഭിഭാഷകരും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ ഈ നടിക്കൊപ്പം നിലകൊണ്ട ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം, ഫോൺ സംഭാഷണങ്ങളടക്കം, കത്തുകളടക്കം, അതായത് ദിലീപിനെതിരെ ആയുധമാക്കാവുന്ന നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും അതിലേക്കൊന്നും കാര്യമായി ഒരു തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിന്മേലുള്ള ഒരു കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ഒരുപക്ഷെ വിധിക്ക് ശേഷമുള്ള ഒരു നിരാശയായിരിക്കാം. അത്തരം പ്രതികരണങ്ങൾ കൂടി വരുന്നു ഈ മണിക്കൂറുകളിൽ.